നിന്നെ പോലെ തന്തയില്ലാത്തവർക്ക് കൈയിട്ട് മാന്താനല്ലടാ ഞാൻ ഈ കടയും തുറന്നു വെച്ചിരിക്കുന്നത്. എന്റെ വീട്ടിലും ഉണ്ടാ നിന്റെ പ്രായത്തിലുള്ള 2-3 എന്താ രമേശ? ഈ പെരുങ്ങാണിയെ കണ്ടില്ലേ? മഞ്ഞള് മാറിയിട്ടില്ല, അവൻ കക്കാൻ ഇറങ്ങിയേക്ക. എന്താ നിന്റെ പേര്? പേടിക്കണ്ട. അബു. ഒരിക്കലും മോഷ്ടിക്കരുത്. രമേശ, അതിങ്ങത്താ. രാവിലെ നീ എന്റെ വീട്ടിൽ വരുമോ? ദാ ആ വെളിച്ചം കാണുന്നില്ലേ? ആ വീടാ. എന്നാ കുട്ടി പൊയ്ക്കോളൂ. രമേശ, എന്താ അതിന്റെ വില? 10 രൂപ. അല്ല, ടീച്ചറും കൂടെ ഈ പാതിരാക്ക് നമ്മുടെ ഓർഫനേജ് വരെ ഒരു ഓട്ടോ കിട്ടുമോ രമേശ? നേരെ ഒത്തിരി ആയില്ലേ ടീച്ചറെ? ഇപ്പൊ എല്ലാരും വീട്ടിൽ കയറിയിട്ടുണ്ടാവും. സാരമില്ല, അങ്ങ് നടക്കാം. അയ്യോ, ടീച്ചർ ഒറ്റയ്ക്ക് പോകണ്ട. ഒരു 5 മിനിറ്റ് പടയെന്ന് ഞാൻ ഈ കടയുടെ തട്ടിട്ട് കൂടെ വരാം. അതൊന്നും വേണ്ട രമേശ. പകലുള്ളത് തന്നെയല്ലേ രാത്രിയിലും ഉള്ളൂ. എന്തിനാ പേടിക്കുന്നേ? അയ്യോ, ഞാൻ നിങ്ങളുടെ വിനുവല്ല. ഐ എം അലക്സാണ്ടർ. വിനു, നീ അല്ല, നിങ്ങൾ കാള് മാറിപ്പോയിരിക്കുന്നു. നിങ്ങളുടെ വിനുവിനെ എനിക്കറിയില്ല. അമ്മയോട് നീ കള്ളം പറയുന്നു. അമ്മയോ? നിങ്ങളോ? ആ വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതിൽ വാത്സല്യമുണ്ട്, സ്നേഹമുണ്ട്, ത്യാഗമുണ്ട്. അതൊന്നും നിങ്ങൾക്ക് ചേരില്ല. ആർക്കും വേണ്ടാത്ത തന്തയില്ലാത്ത ഗർഭത്തെ അബോർട്ട് ചെയ്യുന്ന സ്ത്രീകളെ പറ്റി കേട്ടിട്ടുണ്ട്. പിഴച്ചുപറ്റ ചോരക്കുഞ്ഞിനെ തെരുവിൽ വലിച്ചെറിഞ്ഞ് പുതിയവനെ തേടി പോകുന്നവരെ പറ്റി കേട്ടിട്ടുണ്ട്. അവരെയൊന്നും അമ്മയെന്നാരും വിളിക്കാറില്ല. എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ. എല്ലാ വിശേഷണ പദങ്ങളും എനിക്ക് ചേരും. വേണ്ട. തെരുവിൽ വളർന്നവന്റെ നാവിൽ തെറികളും തെമ്മാടിത്തമേ വരൂ. നിങ്ങളെപ്പോലെ സമൂഹത്തിൽ സ്ഥാനവും മാനമുള്ളവർക്ക് അത് കേട്ടാൽ അറയ്ക്കും. ഇല്ല, നിന്നെ നഷ്ടപ്പെട്ടിട്ട് എനിക്ക് കിട്ടിയ സ്ഥാനവും മാനവും പദവിയും അതിലൊന്നും ഞാൻ സന്തോഷിച്ചിട്ടില്ല. എവിടെങ്കിലും നീ സുഖമായിട്ടുണ്ടെന്ന് അറിയാൻ, എന്നെങ്കിലും ഒന്ന് കാണാൻ അതിനെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ എന്നും. അതിലപ്പുറം ഒന്നും IG ബാലകൃഷ്ണന്റെ ഭാര്യാപദം അലങ്കരിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കില്ല. ഞാൻ ആരാണെന്നും എങ്ങനെ കഴിയുന്നുവെന്നും അറിഞ്ഞില്ലേ? കണ്ടില്ലേ? ഇനി എന്താണ് അറിയേണ്ടത്? ഇങ്ങനെ അറിയേണ്ടിയിരുന്നില്ലെന്ന്, കാണേണ്ടിയിരുന്നില്ലെന്ന് ഇപ്പൊ തോന്നുന്നു. പിന്നെ കണ്ടയുടനെ, വിനു എന്ന് കേട്ട ഉടനെ അമ്മയെന്ന് വിളിച്ച് ഓടി വന്ന് കെട്ടിപ്പിടിക്കുമെന്ന് വിചാരിച്ചോ? തെരുവിലറിയപ്പെട്ട ഒരു പയ്യൻ വളർന്നു വരുമ്പോ സദ്ഗുണസമ്പന്നനായ ഒരു സന്യാസിയായി തീരുമെന്ന് വിചാരിച്ചോ? അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ലല്ലോ. കാതറിനറിയോ, ഇന്നലെകൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ശാപമായിരുന്നു. എന്തിനും തെറിവിളിക്കുന്ന തറവാട്ടുകാരനവർ.
ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ കേട്ട് തഴമ്പിച്ച ഒരേ പല്ലവി, തന്തയില്ലാത്ത. അത് പോടാ തന്തയില്ലാത്തവന്. ഈ തറവാട് മുടിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ജനിച്ചോളും. അച്ഛാ, നടന്നു പോടാ. ആ അശ്രീജനത്തിനെ ഓമനിച്ച് വളർത്തിക്കോടി. ഇന്ന് വരുന്നവർ കൂടി അറിയട്ടെ നിന്റെ പൂർവ്വകാല ചരിത്രം. അസത്തിനോട് പറഞ്ഞേക്ക്, അമ്മയെ കുമ്മയെന്ന് വിളിച്ച് അന്നേരത്ത് വന്നേക്കരുതെന്ന്. ചേച്ചിയമ്മ ഒരു കാര്യം പറഞ്ഞാൽ മോൻ അനുസരിക്കുമോ? ഇന്ന് ചേച്ചിയമ്മയെ കാണാൻ ചിലർ വരും. ആരെങ്കിലും ചോദിച്ചാൽ ചേച്ചിയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി, അമ്മയാണെന്ന് പറയണ്ട. അങ്ങേര് വന്നിരിക്കുന്നു. വേഗാതെ പോടാ പുറത്ത്. ഈ പ്രദേശത്ത് കണ്ടുപോകരുത്. പോടാ. ഏതായി കുട്ടി? നമസ്കാരം അച്ചു. നമസ്കാരം. ചായ കണ്ടിട്ട് കുറെ കാലമായല്ലോ. ജോലി തിരക്കായിരുന്നു, അതാ. ഏതായി കുട്ടി? റോഡിൽ കിടന്നിരുന്നു, കണ്ടപ്പം വിട്ടുപോരാൻ തോന്നില്ല. ഈ പിള്ളേരുടെ കൂട്ടത്തിൽ അച്ഛൻ ഇവനെയും കൂടെ വളർത്തണം. അത് ചായക്കറിയാലോ. ഇപ്പൊ തന്നോട് പിള്ളേര് കൂടുതല. നിവൃത്തി ഉണ്ടായിട്ടല്ല, പിന്നെ നിങ്ങളെപ്പോലുള്ളവരുടെ സഹായ സഹകരണങ്ങൾ ഉള്ളതുകൊണ്ട് അങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നെന്ന് മാത്രം. ഇവന് വേണ്ടി വരുന്ന ചെലവിന്റെ കാര്യത്തിൽ അച്ഛൻ പേടിക്കണം. അത് ഞാൻ നോക്കണം. സ്പോൺസറായിട്ട് KF ഷാൻ കമ്പനി എന്ന് വെച്ചാൽ മതി. ആയിക്കോട്ടെ. എന്താ മോന്റെ പേര്? ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. മുഖം കണ്ടിട്ട് നല്ല കുടുംബത്തിലേതാണെന്ന് തോന്നുന്നു. എവിടെ ജനിച്ചിട്ടെന്താ, എല്ലാം ദൈവനിശ്ചയം പോലെ വരൂ. ഞാൻ വരട്ടെ അച്ചു. ശരി, ചെല്ലുമോനെ. അല്ലേ? വരൂ. കാരുണ്യവും സ്നേഹവും നിറഞ്ഞ കന്യാമറിയത്തിന്റെ മുന്നിൽ ഞാനെന്ന മണിക്കൂറുകൾ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. മറ്റുള്ളവരെ പോലെയാകാൻ, മനസ്സൊന്നൊന്നാകാൻ. കാണുന്നവരെല്ലാം എനിക്ക് വെറുപ്പായിരുന്നു. എന്തിന്? എന്നെപ്പോലും. എനിക്കെന്റെ മുഖം നഷ്ടപ്പെടുകയായിരുന്നു. പഴയ വിനു പിന്നീട് ഒരു ഓർമ്മ മാത്രമായി അവശേഷിച്ചു. തെരുവുകളിൽ നിന്ന് തെരുവുകളിലേക്കുള്ള യാത്ര.
ഇവർക്കാണെങ്കില് തന്തയും തള്ളയില്ലാത്ത കുറെ തെണ്ടിപ്പിള്ളേരെ ഉദ്ധരിച്ച് ലോകം നന്നാക്കാവുന്നൊരു മോഹം ഉണ്ടായിരുന്നു. വർഷങ്ങളായി ഇങ്ങനെ കുറെ പിള്ളേരെ എടുത്തു വളർത്തി ഓഫനേജ് വഴി ദത്ത് കൊടുക്കലായിരുന്നു ഇവരുടെ പ്രധാന ഏർപ്പാട്. ഇനി അതിലേതെങ്കിലും തന്തയില്ലാത്തതാണ് ഇവർക്ക് പണി കൊടുത്തെന്ന് ആർക്കറിയാം. പിന്നെ മൂത്തൊരുത്തൻ അവനെങ്ങനെ കുഴപ്പക്കാരനാ? കുഴപ്പക്കാരനാണോന്ന് ചോദിച്ചാ നമുക്ക് പണിയാണ്. ജീവിതത്തിൽ നമ്മളെ ഏറ്റവും ഹോണ്ട് ചെയ്യുന്നറിയോ? നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ കൺമുന്നിൽ വേദനിച്ചില്ലാതെ ആവുന്നതാണ്. മാർക്കോയുടെ മുന്നിൽ വീഴുന്ന നിങ്ങളുടെ ഓരോ വാക്കിനും എണ്ണം വേണം. ഈച്ച് ആൻഡ് എവറി വേർഡ് കൗണ്ട്സ്. നിങ്ങൾക്കറിയോ മാർക്കോ ആരാന്ന്? അന്ധകാര കോളേജുണ്ടല്ല, അവനെ പോയി പൊക്കടാപ്പാ. നമ്മുടെ കയ്യിൽ മൂർച്ചകളുണ്ട് കേട്ടോ. ഇത് പഴയ കൊച്ചൊന്നുമല്ല, പണി കിട്ടൂട്ടോ. കൊച്ചി പഴയ കൊച്ചിയല്ലെന്നറിയാം, പക്ഷേ ബിലാല് പഴയ ബിലാല് തന്നെ. ഇപ്പൊ ക്യാമറയെ കണ്ടത് എന്റെ മേരി ടീച്ചറിന്റെ മുഖമാണ്. നീയൊക്കെ അമ്മയെന്ന് വിളിച്ച മേരി ടീച്ചറിന്റെ. കോളനി കയറി അവനെ പൊക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ചടങ്ങാണ്. കോളനി എന്നല്ല, അവന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നാണേലും പൊക്കിയിരിക്കും. Virangi mottama vandalu unnala Give me some of that, give me some of that, give me some of that. Ha 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 ha.